ഓക്കെ, ഗുഡ് മോർണിംഗ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അൻസില അബ്ബാസ്, അനഗബി. ഓക്കെ, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഗുഡ്. ഏഞ്ചൽ മാത്യു. Okay, what are the classification of tissues? Okay, mute ചെയ്തോ. ജാഷിറ ബഷീർ. ജാഷിറ. Okay, epithelial tissue പറ. Okay. Okay. Okay, mute ചെയ്തോ. മന്യ. Okay, covering epithelia എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞ് മ്യൂട്ട് ചെയ്തോ, കേൾക്കുന്നില്ല. രാജു. Okay, covering epithelia എന്ന് പറഞ്ഞാൽ എന്താ? Okay. രവികുമാർ. Okay, glandular epithelia എന്ന് പറഞ്ഞാൽ എന്താ? Okay, good. Mute ചെയ്തോ. റിബിന. മുക്സിന. റിബിനയാണോ? റിബിന. What are the general characteristics? Okay. On free അല്ല, one. Okay, next പറ. Okay, good. Okay, mute ചെയ്താ. Okay, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്ത പോയിന്റ്, can have lots of nerves in it. നാലാമത്തെ characteristic, can have lots of nerves in it. അതായത് ഇതിൽ ധാരാളം nerves അടങ്ങിയിട്ടുണ്ട്. nerves എന്ന് പറഞ്ഞെങ്കിൽ നാഡികൾ. ഓക്കെ, ധാരാളം നാഡികൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, can have lots of nerves in it. ഓക്കെ, ഇതിൽ ധാരാളം നാഡികൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, വെരി ഗുഡ് അറ്റ് റീജനറേറ്റിംഗ്. വെരി ഗുഡ് അറ്റ് റീജനറേറ്റിംഗ്. അതായത് ഇതിന് പുനർജനിക്കാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, റീജനറേറ്റ് എന്ന് പറഞ്ഞാൽ പുനർജനിക്കാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഹാസ് നോ blood vessels but can soak up nutrients from blood vessels in connective tissue underneath. അതായത് ഇതിന് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ ഇല്ല, പക്ഷെ എന്താണ്, ന്യൂട്രിയൻസിനെ അരിച്ചെടുക്കുന്നുണ്ട്. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനടിയിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂസിലെ ബ്ലഡ് വെസൽസിൽ നിന്നും ന്യൂട്രിയൻസിനെ അരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂവിന് എന്താ പറയാ, ബ്ലഡ് വെസൽസ് ഇല്ല, രക്തക്കുഴലുകൾ ഇല്ല, പക്ഷെ എന്താണ്, ഇത് പോഷക ഘടകങ്ങളെ അരിച്ചെടുക്കുന്നുണ്ട്.
എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂസിലെ രക്തക്കുഴലുകളിൽ നിന്നും ന്യൂട്രീഷനെ അരിച്ചെടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ. ഹാസ് നോ ബ്ലഡ് വെസൽസ് but can soak up nutrients from blood vessels in connective tissue underneath. അതായത് ഇതിന് ബ്ലഡ് വെസൽസ് ഇല്ല, രക്തക്കുഴലുകൾ ഇല്ല, പക്ഷെ ഇത് ന്യൂട്രിയൻസിനെ, പോഷക ഘടകങ്ങളെ അരിക്കുന്നുണ്ട്. സോക്കപ്പ് എന്ന് പറഞ്ഞാൽ അരിക്കുക, അരിച്ചെടുക്കുന്നുണ്ട്. എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനടിയിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂവിന് അടിയിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂസിലെ ബ്ലഡ് വെസൽസിൽ നിന്നും, അതായത് കണക്റ്റീവ് ടിഷ്യൂസിലെ രക്തക്കുഴലുകളിൽ നിന്നും ഇത് ന്യൂട്രിയൻസിനെ അരിച്ചെടുക്കുന്നുണ്ട്, പോഷകാംശങ്ങളെ അരിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന് സ്വന്തമായിട്ട് ബ്ലഡ് വെസൽ ഇല്ല. Is it clear? Okay. അപ്പോൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് 6 പോയിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. 6 പോയിന്റ്സും ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ? Give response. Okay. Next functions. Next heading functions. Epithelial tissue ന്റെ functions ആണ് പറയാൻ പോകുന്നത്. Okay. In that, first one, to protect the tissues that lie beneath it from radiation, toxins, invasion by pathogens and physical trauma. അതായത് ഇതിന്റെ ധർമ്മം, എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ധർമ്മമാണ് പറയുന്നത് ടു പ്രൊട്ടക്ട് ദ ടിഷ്യൂസ് ദാറ്റ് ലൈ ബിനീത്ത് ഇറ്റ്. അതായത് ഇതിനുള്ളിൽ കാണപ്പെടുന്ന ടിഷ്യൂസിനെ, കലകളെ, ഇതിനുള്ളിൽ കാണപ്പെടുന്ന കലകളെ റേഡിയേഷനിൽ നിന്നും അതുപോലെ തന്നെ ടോക്സിൻസ് മീൻസ് വിഷാംശങ്ങളിൽ നിന്നും, അതുകൂടാതെ തന്നെ ഇൻവേഷൻ ബൈ പാത്തോജൻസ് മീൻസ് പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ, അവയെല്ലാം തടയുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫിസിക്കൽ ട്രോമയിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗികമായിട്ട് എന്തെങ്കിലും പരിക്കോ അല്ലെങ്കിൽ മുറിവൊക്കെ സംഭവിക്കുന്നതിൽ നിന്നൊക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി പറയാം. ഫംഗ്ഷൻ ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് ദ ടിഷ്യൂസ് ദാറ്റ് ലൈ ബിനീത്ത് ഇറ്റ് ഫ്രം റേഡിയേഷൻ, ടോക്സിൻസ്, ഇൻവേഷൻ ബൈ പാത്തോജൻസ് ആൻഡ് ഫിസിക്കൽ ട്രോമ. അതായത് ഇതിനുള്ളിൽ കാണപ്പെടുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന കലകളെ, ടിഷ്യൂസിനെ എന്തിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മീൻസ് എന്തിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, ടോക്സിൻസ് മീൻസ് വിഷാംശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, ദെൻ ഇൻവേഷൻ ബൈ പാത്തോജൻസ്. ഇൻവേഷൻ ബൈ പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളാണ്. മീൻസ് ബാക്ടീരിയ, വൈറസ്, അതൊക്കെയാണ് പാത്തോജൻസ്. ഓക്കെ, അതിനെല്ലാം തടയുന്നുണ്ട്. അതൊക്കെ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അത് കടന്നു കയറുക. മീൻസ് പാത്തോജൻസ് എല്ലാം ഈ ടിഷ്യൂസിന്റെ ഉള്ളിലോട്ട് കടന്നു കയറുന്നതിനൊക്കെ തടയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഫിസിക്കൽ ട്രോമ മീൻസ് ഭാഗികമായിട്ടുള്ള പരിക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗികമായിട്ടുള്ള മുറിവുകളിൽ നിന്നൊക്കെ ഇതിനെ സംരക്ഷിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ. ക്ലിയർ ആയോ? Give response. Okay. Okay. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷനിലോട്ട് പോകാം. രണ്ടാമത്തെ ഫംഗ്ഷൻ, സെക്കൻഡ് വൺ, the regulation and exchange of chemicals between the underlying tissues and body cavity. Okay. ഇതിലോട്ട് വരുമ്പോൾ the regulation and exchange of chemicals between the underlying tissues and body cavity. അതായത് ഇതിനടിയിൽ കാണപ്പെടുന്ന മീൻസ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനടിയിൽ കാണപ്പെടുന്ന ടിഷ്യൂസിനും അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റീസ് മീൻസ് ശരീര അറകൾക്കും ഇടയിലുള്ള കെമിക്കൽസിന്റെ പാസേജ്, എക്സ്ചേഞ്ച്, കെമിക്കൽസിന്റെ കൈമാറ്റത്തെ അല്ലെങ്കിൽ അതിന്റെ പാസേജിനെ നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ നിയന്ത്രിക്കുകയും അതിന്റെ മീൻസ് ദ റെഗുലേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കെമിക്കൽസ് ബിറ്റ്വീൻ ദ അണ്ടർലൈങ് ടിഷ്യൂസ് ആൻഡ് ബോഡി ക്യാവിറ്റി. അതായത് ബോഡി ക്യാവിറ്റിക്കും അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനിടയിൽ കാണപ്പെടുന്ന ബാക്കി ടിഷ്യൂസ്, കലകൾക്കും ഇടയിലുള്ള കെമിക്കൽസിന്റെ എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. മീൻസ് കെമിക്കൽസിന്റെ കൈമാറ്റത്തിനും അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണത്തിനൊക്കെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? Okay. The regulation and exchange of chemicals between the
underlying tissues and body cavity. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ അടിയിൽ കാണപ്പെടുന്ന ബാക്കി ടിഷ്യൂസ്, ഓൾറെഡി നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള ടിഷ്യൂസിനും അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റീസ് മീൻസ് ശരീര അറകളും അതിനിടയിലുള്ള, അതായത് ബോഡി ക്യാവിറ്റിക്കും പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ അടിയിൽ കാണപ്പെടുന്ന കലകൾക്കും അതിനിടയിലുള്ള കെമിക്കൽസിന്റെ എക്സ്ചേഞ്ചിന്, കെമിക്കൽസ് എന്ന രാസപരമായിട്ടുള്ള വസ്തുക്കളുടെ എക്സ്ചേഞ്ചിന്, കൈമാറ്റത്തിനും അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണത്തിനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ബാക്കിയുള്ളവര് റെസ്പോൺസ് ചെയ്യാം. ക്ലിയർ ആയിട്ടില്ല? ഓക്കെ. The regulation and exchange of chemicals between the underlying tissues and body cavity. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ അടുത്ത ധർമ്മമാണ് പറയുന്നത്. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ അടിയിൽ കാണപ്പെടുന്ന ബാക്കി ടിഷ്യൂസിനും അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റി മീൻസ് ശരീര അറകള് അതിനിടയിലുള്ള കെമിക്കൽസിന്റെ രാസവസ്തുക്കളുടെ എക്സ്ചേഞ്ചിനും അതുകൂടാതെ തന്നെ അതിന്റെ നിയന്ത്രണത്തിന് റെഗുലേഷനും സഹായിക്കുന്നു. അതായത് ബോഡി ക്യാവിറ്റീസിനും അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂസിന്റെ താഴെ കാണപ്പെടുന്ന ടിഷ്യൂസിനും ഇടയിലുള്ള രാസവസ്തുക്കളുടെ കൈമാറ്റത്തിനും അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണത്തിനും എപ്പിത്തീലിയൽ ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ഫംഗ്ഷനിലോട്ട് പോകാം. മൂന്നാമത്തെ ഫംഗ്ഷൻ the secretion of hormones into the blood vascular system and the secretion of sweat, mucus, enzymes and other products that are delivered by ducts glandular epithelium. അതായത് ഇപ്പൊ അതിലോട്ട് വരുമ്പോൾ പറയുന്നത് the secretion of hormones into the blood vascular system. അതായത് ഇത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഹോർമോൺസിന്റെ സെക്രീഷന് മീൻസ് ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്. എങ്ങോട്ടുള്ളതാണെന്ന് വെച്ചാൽ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം എന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയിലോട്ട് മീൻസ് രക്തക്കുഴലുകളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യവസ്ഥയിലോട്ട് എന്താണ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യവസ്ഥയിലോട്ട് ആ ഒരു സിസ്റ്റത്തിലോട്ട് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ ആൻഡ് ദ സെക്രീഷൻ ഓഫ് സെറ്റ്, അതുകൂടാതെ തന്നെ വിയർപ്പിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. സെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, വിയർപ്പിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ദെൻ മ്യൂക്കസ്, മ്യൂക്കസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. മ്യൂക്കസ് എന്നുണ്ടെങ്കിൽ സ്പ്യൂട്ടം മീൻസ് എന്താ പറയാ കഫം പോലെയുള്ള പ്രോഡക്റ്റ്. ഓക്കെ, ആ പ്രോഡക്റ്റിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ദെൻ എൻസൈംസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ആൻഡ് അതർ പ്രോഡക്ട്സ്, അതുകൂടാതെ തന്നെ ഒരുപാട് പ്രോഡക്ട്സിന്റെ ഉൽപാദനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. that are delivered by ducts glandular epithelium. അതായത് ഈ വിയർപ്പ് അല്ലെങ്കിൽ മ്യൂക്കസ്, എൻസൈംസ് ഇതിനെല്ലാം വിതരണം ചെയ്യുന്നത് എവിടെയാണ്? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിലാണ്, ഡക്ട്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിലാണ്. ഓക്കെ, അതായത് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സെക്രീഷൻ ഒക്കെ നടക്കുന്നത്, ഉൽപാദനമൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യപ്പെടുന്നത് ഗ്ലാൻഡ് വഴിയാണ്, ഡക്ട്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം വഴിയാണ് ഇതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത്. ഒന്നുകൂടി പറയാം ആ പോയിന്റ്. The secretion of hormones into the blood vascular system and the secretion of sweat, mucus, enzymes and other products that are delivered by ducts glandular epithelium. അതായത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അതിന്റെ അടുത്ത ധർമ്മമാണ് പറയുന്നത്. ഇത് ഹോർമോൺസിനെ എങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലോട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹോർമോൺസിനെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലോട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മീൻസ് രക്തക്കുഴലുകളിലോട്ട് ആയിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയിലോട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിയർപ്പിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്, മ്യൂക്കസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്, എൻസൈമിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് പ്രോഡക്ട്സിന്റെ ഉൽപാദനത്തിനൊക്കെ സഹായിക്കുന്നു. ഈ പ്രോഡക്ട്സ് എല്ലാം വിതരണം ചെയ്യപ്പെടുന്നത് എന്ത് വഴിയാണെന്നാണ് പറയുന്നത്? അതായത് ഡക്ട്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞ ഭാഗം വഴിയാണ് ഇതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒന്നുകൂടി പറയാം. ദി സെക്രീഷൻ ഓഫ് ഹോർമോൺസ് ഇൻ ടു ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം. അതായത് ഹോർമോൺസിനെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിലോട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ സെറ്റിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു, വിയർപ്പിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു, മ്യൂക്കസിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു, എൻസൈമിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ വേറെ പ്രോഡക്ട്സിന്റെ ഒക്കെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്.
ഇതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത് ഡെക്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ എന്ന് പറഞ്ഞ വഴിയാണ്. ഓക്കെ, ഡെക്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ, ആ റൂട്ട് വഴിയാണ് ഇതെല്ലാം വിതരണം ചെയ്യപ്പെടുന്നത്. ഡെക്സ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. ഓക്കെ, നാലാമത്തെ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് സെൻസേഷൻ. നാലാമത്തെ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് സെൻസേഷൻ മീൻസ് പ്രതികരിക്കാനുള്ള കഴിവ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രതികരിക്കാനുള്ള, സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനുള്ള കഴിവ്, മീൻസ് ചൂടിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ തണുപ്പിനോട് പ്രതികരിക്കാൻ. ഓക്കെ, ടു പ്രൊവൈഡ് സെൻസേഷൻ. നാലാമത്തെ ഫംഗ്ഷൻ ടു പ്രൊവൈഡ് സെൻസേഷൻ മീൻസ് പ്രതികരിക്കാനുള്ള കഴിവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ നാലാമത്തെ ഫംഗ്ഷൻ? നാലാമത്തെ ഫംഗ്ഷൻ ക്ലിയർ ആയോ? ഓക്കെ. അഞ്ചാമത്തെ ഫംഗ്ഷൻ to filters the kidney. Okay, to filters the kidney means കിഡ്നിയിൽ നിന്ന് അരിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കിഡ്നിയിൽ നിന്ന് അരിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഫിൽറ്റേഴ്സ് ദ കിഡ്നി. ഓക്കെ, കിഡ്നിയിൽ നിന്ന് അരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തെ പോയിന്റ് ഫോംസ് സെക്രീറ്ററി ഗ്ലാൻഡ്സ്. അതായത് സെക്രീറ്ററി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥികളെ രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സെക്രീറ്ററി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നേരത്തെ പറഞ്ഞു, ഹോർമോൺസും സ്വെറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ഗ്ലാൻഡ് വേണം. അങ്ങനെയുള്ള ഗ്ലാൻഡിനെ രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ഏഴാമത്തെ പോയിന്റ് ഫോംസ് സെക്രീറ്ററി ഗ്ലാൻഡ്സ്, അതായത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥികളെ രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പം 6 പോയിന്റ്സ് ആണ്, 6 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആയോ 6 ഫങ്ഷൻസ്? അഞ്ചാമത്തെയാ ഫോം സെക്രീറ്ററി ഗ്ലാൻഡ്സ്. ഓക്കെ, അതായത് സെക്രീറ്ററി ഗ്ലാൻഡ്സിനെ രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. മീൻസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥികള് രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. ഫിൽറ്റേഴ്സ് ദ കിഡ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിയിൽ നിന്ന് അരിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? The regulation and exchange of chemicals between the underlying tissues and body cavity. അതായത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിന് അടിയിൽ കാണപ്പെടുന്ന ബാക്കി കലകൾ, ബാക്കി ടിഷ്യൂസിനും അതുപോലെ തന്നെ ബോഡി ക്യാവിറ്റി മീൻസ് ശരീരാറകളും അതിനിടയിലുള്ള രാസവസ്തുക്കളുടെ എക്സ്ചേഞ്ചിനും അതുപോലെ തന്നെ അതിന്റെ റെഗുലേഷനും സഹായിക്കുന്നു. അതായത് രാസവസ്തുക്കളുടെ കൈമാറ്റത്തിനും അതുപോലെ തന്നെ അതിന്റെ നിയന്ത്രണത്തിനും സഹായിക്കുന്നു. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസിന് അടിയിൽ കാണപ്പെടുന്ന കലകൾക്കും ബോഡി ക്യാവിറ്റീസിനും ഇടയിലുള്ള. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്കിനി എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷനോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ. നെക്സ്റ്റ് മെയിൻ ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ. ഓക്കെ, ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂ ആണ് പറഞ്ഞത്. ഓക്കെ, അതിലെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മീൻസ് ടേം മാർക്സിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ. ഓക്കെ, ഇൻ ദാറ്റ് എ പാർട്ട്, അതായത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു തിക്നെസ്, അതായത് കട്ടിക്ക് അനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് അതിനിടയിൽ തന്നെ രണ്ട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിനെ അഗൈൻ പിന്നെയും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു തിക്നെസ്സിൽ രണ്ട് സബ് ഡിവിഷൻസ് ആണ് വരുന്നത്. കട്ടിക്ക് അനുസരിച്ചിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സിമ്പിൾ, രണ്ടാമത്തത് സ്ട്രാറ്റിഫൈഡ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എ ആൻഡ് ബി എന്നുണ്ട്. അതിൽ എ അക്കോർഡിംഗ് ടു തിക്നെസ്, അതായത് കട്ടിക്ക് അനുസരിച്ചിട്ട്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ഷേപ്പ്, ആകൃതിക്ക് അനുസരിച്ചിട്ട്. ഓക്കെ,
ഒന്നുകൂടി പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ ആണ് മെയിൻ ഹെഡിങ്. ഇൻ ദാറ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ അഗൈൻ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു തിക്നെസ് മീൻസ് തിക്നെസിന്റെ അടിസ്ഥാനത്തിലും ബി അക്കോർഡിംഗ് ടു ഷേപ്പ് ഷേപ്പിന്റെ അടിസ്ഥാനത്തിലും മീൻസ് ആകൃതിന്റെ അടിസ്ഥാനത്തിലും. അതിൽ എ അക്കോർഡിംഗ് ടു തിക്നെസിനെ അഗൈൻ രണ്ടായിട്ട് അതിന്റെ അടിയിൽ വരുന്ന രണ്ട് ഡിവിഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് സിമ്പിള്, അതായത് കട്ടിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ തരംതിരിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സിമ്പിള്. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെൽ ലെയർ, അതായത് ഒറ്റ കോശ പാളി ഉണ്ടാവുള്ളൂ, ഒറ്റ കോശ പാളി ഉണ്ടാവുള്ളൂ. ലെയർ എന്ന് പറഞ്ഞാൽ പാളി. ഓക്കെ, വൺ സെൽ ലെയർ. ഓക്കെ, സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെൽ ലെയർ, അതായത് ഒറ്റ പാളിയേ ഉണ്ടാവുള്ളൂ, ഒറ്റ കോശപാളിയേ ഉണ്ടാവുള്ളൂ, അതാണ് സിമ്പിൾ. അതിൽ തന്നെ രണ്ടാമത്തത്, അതായത് അക്കോർഡിംഗ് ടു തിക്നെസ്സിലെ തന്നെ രണ്ടാമത്തെ സബ് ഡിവിഷൻ വരുന്നത് സ്ട്രാറ്റിഫൈഡ്. സ്ട്രാറ്റിഫൈഡ്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ വൺ ലെയർ ഓഫ് സെൽസ്. ഓക്കെ, ഇതിലെന്താണ് ഒരുപാട് കോശങ്ങൾ കൊണ്ടുള്ള പാളികളുണ്ട്. ആദ്യത്തേല് ഒറ്റ കോശം മീൻസ് ഒറ്റ പാളിയുള്ളൂ, ഒറ്റ കോശം കൊണ്ടുള്ള പാളിയുള്ളൂ. രണ്ടാമത്തെ സ്ട്രാറ്റിഫൈഡിൽ എന്താണ് ഒരുപാട് കോശങ്ങളുടെ പാളിയുണ്ട്. ക്ലിയർ ആയോ? അക്കോർഡിംഗ് ടു തിക്നെസിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഇത് ഈ എയും ബിയും കറക്റ്റ് ആയി പഠിച്ചാലേ ഇനിയുള്ള ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്. എ മനസ്സിലായോ? എ പാർട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. ബി അക്കോർഡിംഗ് ടു ഷേപ്പ്, അതായത് ആകൃതിക്ക് അനുസരിച്ച് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അതിലും മൂന്ന് സബ് ഡിവിഷൻസ് ആണ് വരുന്നത്. അക്കോർഡിംഗ് ടു ഷേപ്പിൽ മൂന്ന് സബ് ഡിവിഷൻസ് ആണ് വരുന്നത്. അതിനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സ്ക്വാമസ്. ഒന്നാമത്തത് സ്ക്വാമസ്. സ്ക്വാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡർ ദാൻ ടോൾ. ഓക്കെ, സ്ക്വാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡർ ദാൻ ടോൾ, അതായത് ഉയരത്തെക്കാൾ വീതി കൂടുതലായിരിക്കും. ഓക്കെ, വൈഡർ ദാൻ ടോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരത്തെക്കാൾ വീതി കൂടുതലായിരിക്കും. സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ വീതി കൂടുതലായിരിക്കും. വൈഡർ ദാൻ ടോൾ. ഓക്കെ, വൈഡർ ദാൻ ടോൾ എന്ന് പറഞ്ഞാൽ വീതി ഉയരത്തെക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് സ്ക്വാമസ് എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ, ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് നിങ്ങൾ നോട്ട് ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, ക്യൂബോയിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ as tall as wide, അതായത് വീതിയും ഉയരവും ഒരുപോലെ ആയിരിക്കും. as tall as wide, അതായത് വീതിയും ഉയരവും ഒരുപോലെ ആയിരിക്കും. അതാണ് ക്യൂബോയിഡൽ. ഓക്കെ, അതിൽ തന്നെ മൂന്നാമത്തത് കൊളുമിനാർ. കൊളുമിനാർ, അതായത് ടോളർ ദാൻ വൈഡ്, അതായത് ഇവിടെ ഉയരം കൂടുതലായിരിക്കും, വീതിനേക്കാൾ ഉയരമായിരിക്കും കൂടുതൽ. കൊളുമിനാറിൽ എന്താണ് ഉയരമായിരിക്കും കൂടുതൽ, അതായത് വീതിനേക്കാൾ ഉയരമായിരിക്കും കൂടുതൽ. ടോളർ ദാൻ വൈഡ് എന്ന് പറഞ്ഞാൽ വീതിനേക്കാൾ ഉയരമായിരിക്കും കൂടുതൽ കൊളുമിനാറിൽ. ഓക്കെ, ഇത്രയാണ് എ ബി ക്ലാസിഫിക്കേഷൻ. ഈ എ ബി ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. മീൻസ് ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ, ഇനിയും ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അത് ക്ലിയർ ആവണമെങ്കിൽ ഈ എയും ബിയും കറക്റ്റ് ആയിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇനി എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ, അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു തിക്നെസ്സും അക്കോർഡിംഗ് ടു ഷേപ്പും. അതിൽ അക്കോർഡിംഗ് ടു തിക്നെസ് മീൻസ് കട്ടിക്ക് അനുസരിച്ച് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സെൽ ലെയർ, അതായത് ഒറ്റ കോശപാളി മാത്രം, ഒരു കോശം കൊണ്ടുള്ള പാളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് സ്ട്രാറ്റിഫൈഡ്, അതായത് മോർ ദാൻ വൺ ലെയർ ഓഫ് സെൽസ്. ഇവിടെ കോശപാളികൾ എന്താ പറയുക ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും, ഒരുപാട് കോശങ്ങളുടെ പാളി ഉണ്ടാവും. അതാണ് സ്ട്രാറ്റിഫൈഡ്. ദെൻ ബി പാർട്ടിലോട്ട് വരുമ്പോൾ അക്കോർഡിംഗ് ടു ഷേപ്പ് ആണ്, അതായത് ആകൃതിക്ക് അനുസരിച്ച് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സ്ക്വാമസ്. സ്ക്വാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡർ ദാൻ ടോൾ, അതായത് വീതി കൂടുതലായിരിക്കും. മീൻസ് വീതി ഉയരത്തെക്കാൾ കൂടുതലായിരിക്കും, അതായത് വീതി കൂടുതലായിരിക്കും അതിൽ. ഓക്കെ, ദെൻ രണ്ടാമത്തേല് ക്യൂബോയിഡൽ. ക്യൂബോയിഡൽ എന്ന് പറഞ്ഞാൽ as tall as wide, അതായത് വീതിയും അതുപോലെ തന്നെ ഉയരവും ഒരുപോലെ ആയിരിക്കും. ദെൻ കൊളുമിനാർ. കൊളുമിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോളർ ദാൻ വൈഡ്, മീൻസ് ഉയരം വീതിയേക്കാൾ കൂടുതലായിരിക്കും. ഉയരം വീതിയേക്കാൾ കൂടുതലായിരിക്കും. മീൻസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൊളുമിനാറിൽ ഉയരമായിരിക്കും കൂടുതൽ. ഓക്കെ, ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്.
ഓക്കെ ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ. ബാക്കി ക്ലാസ് നാളെ എടുക്കാം. ഓക്കെ, മീൻസ് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയയിലെ എയും ബിയും, ആ എയും ബിയിലെ 1, 2, 3 അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ സബ് ഡിവിഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. മീൻസ് നാളത്തെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ എന്താ, സ്ട്രാറ്റിഫൈഡ് എന്താ, അല്ലെങ്കിൽ സ്ക്വാമസ് എന്താ, ക്യൂബോയിഡൽ എന്താന്ന് മനസ്സിലായാൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. മീൻസ് അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനിയും പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവണമെങ്കിൽ ഈ സ്ക്വാമസ് എന്താ, ക്യൂബോയിഡൽ എന്താ, കൊളുമിനാർ എന്താന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇന്ന് തന്നെ പഠിക്കണം. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സ് പോലെയല്ല ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയൽ ഈ അക്കോർഡിംഗ് ടു തിക്നെസ്സും അക്കോർഡിംഗ് ടു ഷേപ്പ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്ക് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് അടുത്ത സെക്ഷനിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതാരാ? റഹിമാൻ സി യു ആരാ? റഹിമാൻ സി യു നോട്ട് ചെയ്യുന്നില്ല. റംഷിദ, റംഷിദ, റസാഖ് റംഷിദ, ഷീഫ് ആഷ്, ഓക്കെ. 2 ഫങ്ഷൻസ് തരാം. ആദ്യത്തെ ഫങ്ഷൻസ് രണ്ടും തരാം. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ പോയിന്റ്, എപ്പിത്തീലിയൽ ടിഷ്യൂസിനടിയിൽ കാണപ്പെടുന്ന ടിഷ്യൂസിനും ഓക്കെ, വെരി ഗുഡ്. എനിക്ക് മ്യൂട്ട് ചെയ്തു. സിനൂസ്, സിനൂസ്, റഹ്ന പർവീൻ, റഹ്ന പർവീൻ, റഹ്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ, അടുത്ത ഫങ്ഷൻസ് പറ. മൂന്നും നാലും ഫങ്ഷൻ അറിയത്തില്ല? അറിയോ? റഹ്ന മ്യൂട്ട് ചെയ്തോ. അനില കെ വി, എനിക്ക് 3ഉം 4ഉം ഫങ്ഷൻ പറ. ഓക്കെ, അൻസില അബ്ബാസ്, അൻസില അബ്ബാസ്, അൻസില കേൾക്കുന്നുണ്ടോ? ഓക്കെ, 3ആമത്തെയും 4ആമത്തെയും ഒക്കെ ഫങ്ഷൻ പറ. ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ പറ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഫോം ചെയ്യാൻ, രൂപം കൊള്ളാൻ സഹായിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നാളെ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ, ബാക്കി ഹെഡിങ്സ് പോലുള്ള ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയ കറക്റ്റ് ആയിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ ഇനിയുള്ളത് മുഴുവൻ ഇതിന്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഇത് 10 മാർക്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്സുകൾ ക്ലിയർ ആകത്തുള്ളൂ. അടുത്തെടുക്കുന്ന പോയിന്റ്സ് ക്ലിയർ ആകത്തുള്ളൂ.
ഓക്കെ, അതുകൊണ്ട് നാളെ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഫസ്റ്റ് ചോദിക്കും. അതുകൊണ്ട് അക്കോർഡിംഗ് ടു തിക്നെസ്സും അക്കോർഡിംഗ് ടു ഷേപ്പും അത് കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, നോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.